നമസ്കാരം, MA ട്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിത. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. കെമിസ്ട്രിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി 9:30 അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ അത് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ള കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, SLC പരീക്ഷയ്ക്ക് നന്നായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് ഇനി 3 കോൺസെപ്റ്റ്സും 3 ആശയങ്ങളോട് പഠിച്ചു കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സസൈസും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9 വരെയാണ് പഠിച്ചത്. 9 കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. 10ാമത്തെ കോൺസെപ്റ്റ് നോക്കാം. ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ട് അല്ലേ? ഒരു വൃത്തത്തിനൊരു കേന്ദ്രം. ഓക്കെ, touching 2 lines meeting at a point is on the bisector of the angle formed by the lines. അപ്പോൾ the center of a circle touching 2 lines. അപ്പോൾ ഈ സർക്കിളിനെ ടച്ച് ചെയ്തിട്ട് 2 ലൈൻ ഉണ്ടെന്നാണ് പറയണത്. ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. നമ്മൾ എന്താ വിളിക്കുക? ടാൻജൻസ് വിളിക്കും അല്ലേ? തൊടുവരകൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ 2 ലൈൻസും കൂടെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ ബൈസെക്ടറിലൂടെയാണ്, ബൈസെക്ടർ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നു. എന്താ പറഞ്ഞത്? ഇത് P എന്നും ഇതിന് A എന്നും ഇതിന് B എന്നും പേര് കൊടുത്താൽ PA PB എന്ന് പറയുന്ന 2 ലൈൻസ് ഉണ്ട്, 2 ടാൻജൻറ്റുകൾ, തൊടുവരകളുണ്ട്. ഈ രണ്ടും കൂടി ചേരുമ്പോൾ ആംഗിൾ APB അല്ലെങ്കിൽ P എന്ന് പറയുന്ന ഒരു കോൺ ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ? സമഭാജി. അതായത് ഇതിൻ്റെ കറക്റ്റ് തന്നെ ഇപ്പോൾ ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി ആയിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് നടുവിലൂടെ നമ്മളൊരു ലൈൻ വരച്ചാൽ അത് ഏതിൽ കൂടെ കടന്നു പോകും? സെൻറ്ററിലൂടെ. സെൻറ്റർ O ആണെങ്കിൽ ഓയിലൂടെ കടന്നു പോകുന്നു. ഇതാണ് നമ്മുടെ തിയറം. ഓക്കെ ആയോ? ഈ സിദ്ധാന്തം പറയുന്നത് എന്താണ്? ഈ സർക്കിളിനെ 2 അരികിലും എന്തുണ്ട്? 2 ടാൻജൻസ് ഉണ്ട്. ഒരു കോമൺ പോയിന്റിൽ നിന്ന് 2 തൊടുവരകളുണ്ട്. അതുണ്ടാക്കുന്ന കോണിൻ്റെ സമഭാജി, മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ബൈസെക്ടർ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ, കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. ക്ലിയർ ആയില്ലേ? അടുത്ത കോൺസെപ്റ്റ്. ദ ബൈസെക്ടർ ഓഫ് ഓൾ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ മീറ്റ് അറ്റ് എ പോയിന്റ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ത്രികോണമുണ്ട്. ഇതിൽ 3 കോണുകളുണ്ടെന്ന് അറിയാം. ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ഒരു കോണുണ്ട്. 3 ആംഗിൾസ്. ഈ 3ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈസെക്ടർ വരയ്ക്കുന്നു, സമഭാജി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നടുവിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ കറക്റ്റ് നടുവിൽ കൂടെ ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതിൻ്റെ നടുക്കിൽ കൂടെ ഞാൻ എന്താ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇത് 3ഉം കൂടി എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ദ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ മീറ്റ് അറ്റ് എ പോയിന്റ്. ഇതിൻ്റെ 3ൻ്റെയും സമഭാജികൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ ഒരു എന്താ സി എന്നങ്ങനെ പേര് കൊടുത്താൽ ഈ സിയിലൂടെയാണ് ഈ 3 ലൈൻസും കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത കോൺസെപ്റ്റ്, ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. എന്താ ഇൻസർക്കിൾ എന്ന് വെച്ചാൽ? അന്തർവൃത്തം എന്ന് പറയും കേട്ടോ. അന്തർവൃത്തം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു സർക്കിൾ ട്രയാങ്കിൾ വരച്ച 3ഉം കൂടെ ഇവിടെ കൂട്ടിമുട്ടുന്ന പറഞ്ഞില്ലേ? ഈ പോയിന്റ് സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ 3 വശങ്ങളിൽ കൂടെ മുട്ടുന്ന ഒരു സർക്കിൾ വരച്ചെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ഇതാണ് എന്ത്? ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് പറയുന്നതാണ്. ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. അപ്പോൾ ഇതിനൊരു റേഡിയസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇതൊരു റേഡിയസ് ആണ്, റേഡിയസ് R. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇറ്റ്സ് ഏരിയ ഡിവൈഡഡ് ബൈ ഹാഫ് ദ പെരിമീറ്റർ. ഇതിൻ്റെ ഏരിയ കാണാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ പെരിമീറ്ററിൻ്റെ പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പെരിമീറ്റർ ബൈ 2. മനസ്സിലാവുണ്ടോ? പരപ്പളവ് ബൈ പെരിമീറ്റർ എന്താ? ചുറ്റളവ് ബൈ 2. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പം ഇതെന്താ? ഇതിപ്പോൾ A ആണ് വശം, ഇത് B ആണ്, ഇത് C ആണെങ്കിൽ അല്ലേ? നമ്മളിതിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം. ഏരിയ കാണുന്ന √S × S - A × S - B × S - C. പോട്ടെ, അതൊന്നും ഓർമ്മയില്ലെങ്കിൽ വേണ്ട, അപ്പോൾ തൽക്കാലം ആവശ്യമില്ല. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ A ആണ്. അവിടെ നമ്മൾ S എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? A + B + C/2. ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ S ആണ് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ. ഈ S എന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലാത്തവർ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നു അല്ലേ? ബൈ അതിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആയോ? ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ. ഈ സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കാണുക, ഏരിയ ബൈ പെരിമീറ്റർ ബൈ 2. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ 3 കോൺസെപ്റ്റ്സ്. നമ്മുടെ ചാപ്റ്റർ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി കേട്ടോ. 2 ദിവസം കൊണ്ട് ഇന്ന് നമ്മളൊരു 3 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്യും. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ചെയ്യുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് നാളെ തന്നെ, അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും.
പിന്നെ കുറച്ച് പേര് പോളിനോമിയൽസ് ബഹുപദങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡറിൽ തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ അതിലേക്ക് എത്തും. ഓക്കെ, അടുത്ത ചാപ്റ്ററൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. അതാണ് പേജ് 185 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു ഇൻസർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അന്തർവൃത്തം. അപ്പോൾ അതിന് ഒരു ട്രയാങ്കിളിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, 3 സൈഡ്സ് തന്നിട്ടുണ്ട്, 4, 5, 6. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്ററിലൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ, നിങ്ങൾ ആദ്യം ഇഷ്ടമുള്ളൊരു വശം താഴെ വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ ഞാൻ ഇരട്ടി എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ 6 സെൻറ്റിമീറ്റർ തന്നെ വരയ്ക്കുക കേട്ടോ. പിന്നെ 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും കോമ്പസിലെടുത്തിട്ട് 2 സൈഡിൽ നിന്ന് വരയ്ക്കുക. ഓക്കെ, ഞാൻ 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ ഇതാ ഇനി ഈ 3 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ട്രയാങ്കിൾ കിട്ടും. ഇത് ജോയിൻ ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ റെഡി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ 3 ആംഗിൾസിനും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബൈസെക്ടർ, സമഭാജി വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ളൊരു മെഷർമെൻറ്റ് കോമ്പസിലെടുക്കുക, എന്നിട്ട് ഈ മൂലയിൽ കുത്തുക, എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ചാപം വരയ്ക്കുക. ഓക്കെ ഇല്ലേ. ഇനി എന്ത് ചെയ്യണം, ഇതേ നീളം ദാ ഇവിടെ നിന്ന് എടുക്കുക, കാണാനുണ്ടോ ഈ 2 പോയിൻറ്റ്സ് കേട്ടോ. ഈ 2 പോയിൻറ്റ്സിൽ നിന്ന് വീണ്ടും വരയ്ക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരച്ചു, അതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കാം. ഓക്കെ, ഇത് തന്നെ 3 സൈഡിലും വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 ബൈസെക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ എന്താ ഇങ്ങനെ നീട്ടി വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഇപ്പുറത്തും കൂടി വരയ്ക്കാം കേട്ടോ. ഇതാ ഇവിടെ ഞാൻ ഈ മൂലയിൽ ആർക്ക് കട്ട് ചെയ്തു. ഇനി ഈ പോയിന്റിൽ ദാ ഇവിടെ കുത്തി ഇവിടെ വരച്ചു. ഈ പോയിന്റിൽ കുത്തി ദാ ഇവിടെ കട്ട് ചെയ്തു. ഇനി അത് നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം അളന്നെടുക്കുക, സർക്കിൾ വരയ്ക്കുക. ഓക്കെ ഇല്ലേ. അപ്പം അങ്ങോട്ടേക്കുള്ള നീളം കോമ്പസിൽ എടുക്കുക, ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൃത്തം വരയ്ക്കാം. അപ്പം ഞാൻ എന്താ ഈ കറക്റ്റ് സെൻറ്ററിൽ കുത്തുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള നീളം എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടേക്കുള്ള നീളം ഞാൻ എടുത്തു, കോമ്പസ് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് വരയ്ക്കുക. കണ്ടോ. അപ്പോൾ എല്ലാ സൈഡിലും ഇത് മുട്ടണം കേട്ടോ. എല്ലാ സൈഡിലും മുട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വരച്ചത് തെറ്റാന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ. നമ്മൾ ആദ്യം എന്താ ചെയ്ത് ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഭംഗിക്കൊക്കെ എന്ത് ചെയ്യാം, പേരൊക്കെ കൊടുക്കുക കേട്ടോ. ABC, ഇത് സെൻറ്റർ O. ഓക്കെ, നിങ്ങളോട് ഇനി റേഡിയസ് അളക്കാം. അപ്പോൾ നമ്മൾ ഈ കോമ്പസിൽ എടുത്ത അളവില്ലേ, അത് എത്രയാണെന്ന് അളന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വാല്യൂ കിട്ടും. അപ്പോൾ എനിക്കിവിടെ ഏകദേശം കിട്ടിയിട്ടുള്ളത്, ഞാൻ ഇരട്ടി അളവെടുത്തിട്ടാണ് വരച്ചത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഏകദേശം 2.4 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും 1.2 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മിക്കവാറും റേഡിയസ് കിട്ടുക കേട്ടോ. അപ്പോൾ 1.23 അങ്ങനെയൊക്കെ ആയിരിക്കാം റേഡിയസ് വരിക. ഓക്കെ, ഞാൻ അളവ് വ്യത്യാസപ്പെടുത്തിയ വരച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഈ മാർക്കർ യൂസ് ചെയ്തതിൻ്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഏകദേശം ആ റേഞ്ചിലായിരിക്കും റേഡിയസ് കിട്ടുക. നിങ്ങൾക്ക് കിട്ടിയ റേഡിയസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അത് വരച്ച് നോക്കിക്കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസർക്കിൾ വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസർക്കിൾ വരയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് നേരത്തെ വരച്ച ട്രയാങ്കിളിന് പകരം ഇവിടെ എന്ത് ചെയ്യുക, ഒരു റോംബസ് വരയ്ക്കുക അല്ലേ. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താ, സമഭുജ സാമാന്തരികം, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റഫ് ഫിഗർ വരച്ച് നോക്കാം. എങ്ങനെ റോംബസ് വരയ്ക്കുക അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഏകദേശം റോംബസിൻ്റെ ഷേപ്പ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും 5 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് എത്ര ഡിഗ്രിയാണ്, 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് 130 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് 50 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ സീക്വൻസ് നമ്മൾ പഠിച്ചില്ലേ, ഇത് 130 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ റോംബസ് വരയ്ക്കാൻ നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്, 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം
ഇവിടെ നിന്ന് 50 ഡിഗ്രി എടുക്കാം, ഇവിടെ നിന്ന് 130 ഡിഗ്രി എടുക്കാം. രണ്ട് സൈഡിലും 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റോംബസ് കിട്ടും. ഓക്കെ, ഞാനൊരു 5 സെൻറ്റിമീറ്ററിൽ AB എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ ഒരു 50 ഡിഗ്രി മെഷർമെൻറ്റ് എടുക്കുന്നു കേട്ടോ. ഇവിടെ ഒരു 50 മാർക്ക് ചെയ്തു. 50 ഞാനിങ്ങനെ നീട്ടി വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ഇനി ഈ സൈഡിൽ നിന്ന് എത്രയാണ് വേണ്ടത്? ഈ സൈഡിൽ നിന്ന് 130 ഡിഗ്രിയാണ് വേണ്ടത്. അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെയും കട്ട് ചെയ്യാം. നമുക്ക് ഈ 2 ലൈൻസ് ജോയിൻ ചെയ്യാം കേട്ടോ. ഇത് പാരലൽ ലൈൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ABCD എന്ന് പേര് കൊടുക്കുക. കൃത്യമായിട്ട് നോട്ടിൽ നല്ല ഭംഗിയുള്ള ഷാർപ്പൻഡ് ആയിട്ടുള്ള പെൻസിൽ കൊണ്ട് വരയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ട്രയാങ്കിളിന് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇതിന് ബൈസെക്ടർ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ബൈസെക്ടർ വരച്ചാൽ തന്നെ ഇതിങ്ങനെ പൊയ്ക്കോളും അല്ലേ? ഇവിടെ നമ്മൾ ബൈസെക്ടർ വരച്ചത് നീണ്ട് ഇവിടെ കട്ട് ചെയ്തോളും. ഇവിടെ ബൈസെക്ടർ വരച്ചാൽ ഇങ്ങനെയും കട്ട് ചെയ്തോളും. പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ആദ്യം ഒരു ലെങ്ത് എടുത്തു, മൂലയിൽ കുത്തി ആർക്ക് കട്ട് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് വീണ്ടും ആർക്ക് കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഈ ലൈൻ നീട്ടി വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ബൈസെക്ടർ സംവാജി കിട്ടി. ഇനി ഇവിടെയും കൂടി വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള മെഷർമെൻറ്റ് എടുക്കുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. ഇത് സെൻറ്ററായിട്ടും ഇങ്ങോട്ടേക്കുള്ള പോയിന്റ് നീളം കറക്റ്റാക്കി എടുക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ സർക്കിൾ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇൻ സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റോംബസിൻ്റെ എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പോൾ ആകെ നമ്മൾ ചെയ്ത എന്താ? ആദ്യം AB എന്ന് പറയുന്ന ഒരു നീളം 5 സെൻറ്റിമീറ്റർ എടുത്തു, 2 സൈഡിലും ആംഗിൾസ് കണ്ടുപിടിച്ചു അല്ലേ? അതായത് മാർക്ക് ചെയ്തു. ഇത് 50 ഡിഗ്രി ആയിട്ടും ഇത് 130 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ വരച്ചത് ഈ ആംഗിള്. ഇതിന് ബൈസെക്ടർ വരച്ചു, ഇവിടെയും ബൈസെക്ടർ വരച്ചു. രണ്ടും നീട്ടി വരയ്ക്കുക. അപ്പോൾ ഈ സൈഡ് അത് കട്ടായിക്കോളും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വരയ്ക്കാൻ നിൽക്കണ്ട. ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ സെൻറ്റർ ആയിട്ടുള്ള O. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കുക, സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഓക്കെ ഇല്ല. അപ്പം 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ആ ചാപ്റ്ററിൽ. അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. Thank you so much for watching.